നല്ലൊരു വെൽക്കം കിട്ടി. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ വാഴവന്തൂൽ വാട്ടർഫോൾസിലാണ് പോകുന്നത്. ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഈ വട്ടം ഋതികനെ മിസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഋതിക ഉണ്ടായിരുന്നു, ഇത്തവണ ഋതിക ഇല്ല. ഇത്തവണ സോണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുതിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ. മന്ദമായിരുന്നു. അടുത്ത വ്ളോഗ്. ബർത്തിപ്പൂ വെക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താണിത്? അങ്ങനെ പറയരുത്. അതെ അതെ, മാച്ചായിട്ട് ഏത് പൂ കിട്ടും? ഇവൾക്ക് അസൂയ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇത് കണ്ടപ്പോ എല്ലാം നമ്മളെങ്ങോട്ട് പോകുന്നു? നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോകും. കാട്, മല, വാട്ടർഫോൾസിന്റെ വീട്. നമ്മൾ എഗെയിൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം എഗെയിൻ ഉള്ളിലോട്ട് വണ്ടിയിൽ പോയിട്ടാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു മുളയുടെ വടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഗ്രിപ്പ് കിട്ടും നടക്കുമ്പോൾ. കാരണം അങ്ങനത്തെ വഴികളുടെ കൂടെ നമുക്കൊരു പ്രോപ്പർ വഴിയെന്ന് പറയുന്നില്ല, ചെറിയൊരു വഴിയുണ്ട്. നല്ല കല്ലും ഒക്കെ കയറിയിട്ട് വേണം പോവാൻ. അപ്പം നല്ലൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പോണ വഴി കൂടെ തന്നെ താഴോട്ട് വെള്ളച്ചാട്ടവും അല്ല ചെറിയ ചെറിയ അരുവികളും ഈ കല്ലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇടയ്ക്ക് ഇറങ്ങാനുള്ള വഴി നമുക്കുണ്ട്. പക്ഷെ നമ്മൾ മേളിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ വാട്ടർഫോൾസ് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളതെല്ലാം കണ്ട് ആസ്വദിച്ച് പല പല മരങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ പോണ വഴിക്ക് കണ്ട് ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു. വീടിൻ്റെയൊക്കെ നല്ല സൗണ്ടും. അപ്പോൾ നമ്മളിങ്ങനെ
നല്ല ബ്രീത്തൊക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ നടന്നു. ഇത്രയും നടന്നതിൻ്റെ ഒരു ക്ഷീണം നമുക്ക് ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ എൻജോയ് ചെയ്ത് പോയത് നമ്മൾ ഇത്രയും ദൂരം ഇത്രയും മണിക്കൂറൊന്നും നടന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. മൃഗത്തിന്റെ രോമായിരിക്കണം അതില് ഇങ്ങനെ പോണ ഇങ്ങനെ മൂത്ര വെച്ചിട്ടും അവിടെ മാന്തം അത് അപ്പിയിട്ടല്ല അങ്ങനെ മാന്തി മൂടും. പെൺപുലി അങ്ങനെ ഇങ്ങനെ ചെയ്യില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്ത പിന്നെ കുറേ ദൂരം പോയിട്ട് പെണ്ണിന് കല്ലിൽ ഭയങ്കര ക്ലീൻ ഐഡിയ. നമ്മൾ പോണ വഴിക്ക് പുലിയുടെ പുലിക്കാട്ടം കണ്ടു. അപ്പോൾ അതിനെ പുള്ളി ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. നമ്മൾ പോകണമെങ്കിൽ അന്ന് പോയതിൻ്റെ ദിവസം തന്നെ രാവിലത്തെ ഇത് അവർ നോക്കി പറയും, ഇങ്ങനെ മെലിഞ്ഞാനത്തെയാണ് ഇന്നത്തെയാണെന്നൊക്കെ ആയിട്ട് പറയും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോണ വഴി കൂടെയൊക്കെ ആനയും പുലിയൊക്കെ വരുന്ന സ്ഥലമാണ്. നമ്മുടെ ബട്ടർഫ്ലൈസ് പോയി കഴിഞ്ഞു, പറന്നുപോയി. നമ്മൾ പാവപ്പെട്ട ബട്ടർഫ്ലൈസ്. നമ്മുടെ കൂടെയുള്ള കുറേ ടീമൊക്കെ ഫ്രണ്ടിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. നമ്മളാണ് ഇങ്ങനെ നടന്നു പോകുന്നത് പതുക്കെ പതുക്കെ. അങ്ങനെ അവിടെ ഒരു തേനീച്ചയുടെ കൂട് കാണാം, ദൂരെയാണത്. അത് കണ്ട് നമ്മൾ നടന്നു പോവാം. അപ്പോൾ കുറേ ആനപ്പിണ്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം അവർ ആനേനെ കണ്ടു എന്ന് പറഞ്ഞു, തൊട്ടടുത്ത് ആനയും കുട്ടികളൊക്കെ. അപ്പം ഇത് സ്ഥിരം ഇങ്ങനെ മൃഗങ്ങൾ പോകുന്ന വഴിയാണിത്. അപ്പം നമ്മൾ ആ വഴി കൂടെയാണ് റിസ്കിലെടുത്ത് പോകുന്നത്. നമ്മൾ കുറേ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് പ്രോപ്പർ ഒരു നടക്കണമെന്നൊരു വഴിയില്ല. കുറേ സ്ഥലത്ത് ഇങ്ങനെ കുന്നുപോലെ ഈ കല്ലും ഇതൊക്കെ പിടിച്ചാണ് നമ്മൾ കയറുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ വഴിയെ കൂന്നി ഗ്രിപ്പിലൊക്കെ പിടിച്ച് രണ്ടും ഗൈഡ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ കയറി ഇവിടം വരെ എത്തി. ഇനിയുണ്ടോ? ഞങ്ങൾക്ക് വീണ്ടും കയറുവാണ്. ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇത് ചെറിയ നാരോ ആയിട്ടുള്ള വഴിയും കുന്നൊക്കെ നമുക്ക് സൈഡിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കൊക്ക പോലെ കാണാം. നമ്മളിന്ന് സ്ലിപ്പായൊക്കെ തന്നെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത്രയും സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. നല്ല സ്ലിപ്പറി ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോഴായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ട്. നമ്മൾ കയറുമ്പോൾ പിന്നും നമ്മൾ പിടിച്ച് കയറാം. പക്ഷേ ഇറങ്ങുമ്പം ഇങ്ങനത്തെ കല്ലുകളൊക്കെ ആയതുകൊണ്ട് നമുക്കതിനെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം വഴി കൂടെയൊക്കെ പോകാനൊക്കെ. മേളിൽ കൂടെയാണ് പോകുന്നത്. താഴോട്ടൊക്കെ കല്ലും വെള്ളച്ചാട്ടവും ഇതൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നെഞ്ചരിച്ചിന് നല്ലതാണ്. ഇതിൻ്റെ ഈ കുരിൻ്റെ അടുത്ത് കഴിക്കാൻ പറ്റും. ഇത് പിന്നെ നമുക്ക് നെഞ്ചരിച്ചിന് നല്ലതാണ്. പോണ വഴിക്ക് വലിയ പാറകളൊക്കെ കാണാം. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പതുക്കെ വേണം നമുക്ക് കയറാനായിട്ട്, സ്ലിപ്പാവും. പിന്നെ അവിടെ ചെറിയ കേവ് പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്പേസ് നമുക്ക് കൂടെ ഇരിക്കാനൊക്കെ പറ്റും. അങ്ങനെ കേവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നല്ല വെയിലുണ്ട്, നല്ലോണം സ്വെറ്റിങ്ങുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയത്. പക്ഷെ തിരിച്ച് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വന്നു കേട്ടോ. അത്രയും റെസ്റ്റൊക്കെ എടുത്തു. ബിക്കോസ് നമ്മൾ കുറേ കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെയാണ് പോയത് മേളിലോട്ട്. ഇത് ഇതുപോലെ കല്ലിൻ്റെ ഒരു കേവ് പോലെ സംഭവമാണ്. ഇപ്പം നമ്മൾ എത്ര മണിക്കൂറായി കാണും? ഇപ്പം എത്ര ടൈം ആയിട്ടുണ്ടാവും നടക്കാൻ തുടങ്ങിയിട്ട്? 3.5 hours. 3.5 hours ആയില്ലേ? 3.5 മണിക്കൂറായിട്ട് ഞങ്ങൾ നടക്കുവാണ്. 2.5 കിലോമീറ്ററാണ്. ഇനി ഒരു 1/2 കിലോമീറ്ററും കൂടെ ഫ്രണ്ടിലോട്ട് നടന്ന നമ്മുടെ സ്ഥലം എത്തും. 10-15 മിനിറ്റും കൂടെ. പക്ഷേ ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചാൻസ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം. കാരണം ഇത്രയും ദൂരം നമ്മൾ നടന്ന് തിരിച്ചതുപോലെ വന്ന് അത് ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ പോവുക. നല്ല ഓക്സിജൻ കിട്ടും, നല്ല ഫ്രഷ് എയറും. നമ്മളൊന്ന്
എന്താ നല്ലൊരു സ്പാ കിട്ടുന്ന എഫക്റ്റാണ് ശരിക്കും നമ്മുടെ വഴി കൂടെ നടക്കുമ്പോൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ തേറ്റല്ലോ ഏറ്റവും താഴെ നിൽക്കാം, ഇവിടെ നിന്ന് കയറ്റം ഇങ്ങനെ കയറി വരണം, അത് നമുക്ക് ആ കല്ലിൽ കൂടെ വേണം കയറാനായിട്ട്. സ്വെറ്റ് ചെയ്ത് നമ്മളുടെ ഇടയ്ക്കത്തെ ടൈഡായി, ഇടയ്ക്കത്തെ റെസ്റ്റ് എടുക്കും, വീണ്ടും നടക്കും. ഞാൻ വൈഷ്ണവ് സോണിയും കൂടെ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോവാം. നമുക്ക് പോകാൻ നോക്കിയാൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു തുടങ്ങാം കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ എത്താറായി. നമുക്ക് ദൂരം നിൽക്കുമ്പോഴേ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ടോ ഈ പോണ വഴി കണ്ടോ, നമ്മളിങ്ങനെ ഒന്ന് ഭയങ്കര സ്ലിപ്പാവും, അങ്ങനെ പിടിച്ചാണ് ഈ ചെറിയ വഴി കൂടെയൊക്കെയാണ് പോകണം. അത് താഴോട്ട് നോക്കി നമുക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഇടവഴിയാണ്, നമുക്ക് ഫുൾ കല്ലും ഒക്കെ നിറഞ്ഞൊരു വഴിയാണ്. ഇന്ന് കാട്ടിലൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമുക്കങ്ങനെ പോകാൻ പറ്റുക, ഫോറസ്റ്റിനുള്ളിലൊക്കെ ഒന്ന് കാണാം. നമ്മളെന്താ അനുസരണയോടെ വരുന്നതെന്നൊക്കെ എല്ലാവരും ഒരു കമ്പൊക്കെ കുത്തി വരിവരിയായി വരുന്നുണ്ട്. കുഞ്ഞു വഴിയാണ് നമ്മുടെ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഓടിച്ചിട്ട് പോകാൻ പറ്റില്ല. വരിവരിയായി നിന്ന് വരുവാണ്. ബാക്കിൽ നിൽക്കുന്ന നമ്മുടെ ഗൈഡ്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ജസ്റ്റ് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടം എത്തി. പിന്നെ അങ്ങോട്ട് നമ്മുടെ വെള്ളത്തിലുള്ള പരിപാടിയാണ്. നല്ലോണം കുളിച്ച് ട്രക്കിങ്ങിന് പോവാ. ശ്വാസം എടുക്കാൻ വയ്യ. കഴിക്കാമോ? കഴിക്കാം. അതിന്റെ തൊലി കഴിക്കാം, അതിന്റെ അകത്ത് കുരുവുണ്ട്. പിന്നെ നമ്മളെ ആനചമ്പല്ലേ, വലിയ ആനചമ്പന്ന് വെച്ചാ ആനചമ്പ ഓ ശരി ശരി. അപ്പൊ ഇത് കഴിക്കാമോ? കഴിക്കാം, അതിന്റെ തൊലി കഴിക്കാം, അതിന്റെ അകത്തുള്ള അരി. നമുക്ക് എങ്ങനെ കഴിക്കണമെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് നമുക്ക് റിസ്ക് അടിക്കണ്ട, വേണ്ട. അപ്പൊ ശരി, ഇവിടെ ബാത്റൂമും ഇല്ല. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം. കണ്ടിന്യൂ ഇവിടെ ഇരിക്കാണ്. സോൻ അമ്മു മാളു കാവു സോനു സോന അങ്ങനെ എന്നെ എന്ത് വെച്ചാലും വിളിയാക്കുന്നു. ഞങ്ങൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ട്രെക്കിംഗ് വിത്തൗട്ട് ട്രെൻഡിങ് ഓൺ. എന്റെ കാല് മൊത്തം മീനാണ്. എന്റെ കാല് നോക്കേണ്ട. എന്താ കാണിക്കുന്നേ? നല്ല സ്ലിപ്പറി ആയിരുന്നു. നമുക്ക് ഇവിടുന്ന് നടന്ന് ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് ഇവിടുന്ന് പതുക്കെ പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഞാൻ വീഴുകയും ചെയ്തു. ലാസ്റ്റ് പോകാൻ വേണ്ടി ഇതേപോലെ തിരിച്ചും ഇതേപോലെ ഇരുന്നിരുന്നിട്ട് നമ്മൾ കയറി. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് കയ്യിൽ ആ മണ്ണൊന്ന് കളയാനിട്ട്
അടുത്ത് ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കഴുകാൻ വേണ്ടി പോയില്ല. അവിടെ നിന്ന് സ്ലിപ്പായി നല്ലൊരു ഇടിയിടിച്ച് ഞാൻ വീണായിരുന്നു. പക്ഷെ അത്രയും സ്ലിപ്പ്, നമ്മൾ നടന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങാനോ ഒന്നും പറ്റില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചറുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുള്ളി കൈ പിടിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളിനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും റെസ്റ്റൊക്കെ എടുത്തിരിക്കുക. നൈഷൂടെ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആവുകയാണ്. എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫുഡ് കഴിക്കണം. രണ്ട് സൈഡിൽ നിന്ന് ബ്ലോഗിങ്. ഞാനും ഐഷും ലേറ്റ് കമ്മസ്. സോ നമ്മൾ ഒറ്റയ്ക്ക് അവിടെ മാറി നിന്ന് ഫുഡ് കഴിക്കാൻ, നല്ല പ്രകൃതിയൊക്കെ എൻജോയ് ചെയ്ത് വെള്ളച്ചാട്ടത്തിൽ സൗണ്ടൊക്കെ കേട്ട് ആൻഡ് ഫൈനലി നമ്മൾ റിട്ടേൺ പോകാൻ വേണ്ടി വടിയൊക്കെ എടുത്ത് റെഡിയായി. എല്ലാവരും ഈ വന്ന വഴി കൂടെ തിരിച്ച് പോവുകയാണ്. അതിൻ്റെ കഴിച്ച് എന്നെ പേടിപ്പിക്കുകയാണ് തള്ളിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴെ ഫുൾ വെള്ളച്ചാട്ടം, നല്ല നമുക്കെന്താ പാറയൊക്കെയാണ്. അവിടെ വീണൊരു പൊടി പോലും കിട്ടില്ല. എനിക്ക് പേടിയായിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഐസ് നൈസിന് വന്നല്ലേ തള്ളിയിടാൻ വേണ്ടി എന്നെ പേടിപ്പിക്കാം. തിരിച്ചു പോകണം ഗൈസ്. വടി കുത്തി ഇറങ്ങാം. റെഡിയോ? താങ്ക്സ്. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മുടെ ട്രിപ്പിന്റെ ലീഡർ അവിടെ പോകുന്നുണ്ട്. അഞ്ജുമാ, അടിപൊളി ട്രിപ്പായിരുന്നു. താങ്ക് യു. വീണ്ടും വിയർത്ത് കുളിക്കാൻ തുടങ്ങി. ഇതൊക്കെയായിരുന്നു മോസ്റ്റ് ഡിഫിക്കൽട്ട്. എന്താണ് ഗൈസ് ഇത്? ഫൈനലി നമ്മളിത് തിരിച്ച് പോകാനായിട്ട് വണ്ടിയിൽ കയറി തളർന്ന് നമ്മളൊരു വഴിയായി. അങ്ങനെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സോ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിൽ കാണാം. ബൈ.